അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം. മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടു ബാക്കിൽ കാണുന്ന ഒമാൻ്റെ കൊടിയൊക്കെ കാണുന്ന ഒരു വലിയൊരു വീടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വിശേഷം. അത് മണ്ണുകൊണ്ട് നിർമ്മിച്ചൊരു വീടാണ് അവർ ആദ്യമായിട്ട് താമസിച്ചത്. അപ്പോൾ അത് ഒമാൻ ഗവൺമെൻറ് അതൊരു മ്യൂസിയമായിട്ട് അതിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ മേലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതുപോലൊരു മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ വീട്ടിലാണ് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അങ്ങനെ മുമ്പ് താമസിച്ചവരോ അല്ലെങ്കിൽ ഇപ്പോൾ മണ്ണുകൊണ്ട് ഉള്ള വീട്ടിൽ താമസിക്കുന്നവരുണ്ടൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. പൂട്ടിയിട്ടാണുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നിയില്ല. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമായിരുന്നെങ്കിൽ അവരുടെ പഴയ പാത്രങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ കൂടി കാണാമായിരുന്നു. പക്ഷേ അതിനുള്ള സൗകര്യം അവിടെ ഇല്ല. അതിൻ്റെ ചുറ്റമൊക്കെ ഭയങ്കര വൃത്തിയാണ് കാണാൻ. പിന്നെ അവിടെ ചെറിയൊരു ഇടവഴി പോലെയൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് വലിയ റോഡും കാര്യങ്ങളില്ലാത്ത സൈഡിൽ നമ്മൾ നടന്നു പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പിന്നെ ഇതൊരു ഈത്തപ്പഴത്തിൻ്റെ വലിയൊരു തോട്ടമുണ്ട് അവിടെ. കുറച്ച് മുമ്പാണ് നമ്മൾ വരുന്നതെങ്കിൽ എല്ലാത്തിലും ഈത്തപ്പഴം കായ്ച്ചിക്കുന്നതും കൂടെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. വിളവെടുപ്പ് കഴിഞ്ഞാൽ 1-2 മരത്തിലൊക്കെ കുറച്ച് ഈത്തപ്പഴം ഉണ്ട്. നമുക്ക് മരത്തിൽ നിന്ന് നിന്നിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ വിളവെടുപ്പുള്ള സമയത്ത് ഇവിടെ നിന്ന് മുറിച്ച് കൊണ്ടുപോയിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഷോപ്പിലൊക്കെ വിൽക്കാൻ വെച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞാൽ കുഞ്ഞ് അരുവിയുണ്ട്. അത് അവരുടെ കൃഷിയിടത്തേക്ക് പോകുന്നതായിരിക്കും. നല്ല വൃത്തിയുള്ള നല്ലൊരു അരുവി. നമ്മളെ പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞാൽ കനാൽ എന്നൊക്കെ പറയും. കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോൾ. വെള്ളം കണ്ടപ്പോൾ തന്നെ അതിൽ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇറങ്ങി നോക്കി ചൂടോ തണുപ്പോ എന്ന് അറിയാൻ നോക്കുമ്പോൾ ഒരു ഇളം ചൂടായിരുന്നു. നല്ല രസമുണ്ട്. വെള്ളത്തിന് നല്ല രുചിയുണ്ട്. ചെറുതായിട്ടൊന്ന് കുടിച്ചു നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല വെള്ളമായിരുന്നു. അതിൻ്റെ മീനുണ്ടായിരുന്നു. 1-2 മീനൊക്കെ പിടിക്കാൻ നോക്കിയ പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ അരുവിക്ക് കുറുകെ തന്നെ ചെറിയൊരു റൂം കെട്ടി വെച്ചിട്ടുണ്ട്. അവരൊക്കെ കൃഷിയിടത്തു നിന്ന് വന്നിട്ട് ചിലപ്പോൾ കുളിക്കാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെന്തിനാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. വീഡിയോൻ്റെ ദീർഘം കാരണം. എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ.